നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. അങ്ങനെ കർക്കിടക മാസമൊക്കെ അങ്ങോട്ട് തുടങ്ങിയല്ലേ. വടക്കുന്നാഥന്റെ മുമ്പിൽ അതിഗംഭീരമായിട്ടുള്ള ആനയൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോണത് എന്താണെന്നറിയോ? ആമയൂട്ടാണ്. തെറ്റുപറ്റിയിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും. ആമയൂട്ട് സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല, കാണിച്ചു തരാം, വായോ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞ ഇവരൊരു കുടുംബസമേതാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് അല്ലേ? ആ, പേര് കിട്ടാ ലക്ഷ്മി. ലക്ഷ്മി. പിന്നെന്തൊക്കെയാ? അതെ അല്ലെ. അല്ല ചേട്ടാ, ഇത് തുടക്കം മുതലേ ഫുള്ളായിട്ട് ഇവർ ഒരുമിച്ചാണ് വരാറ്? ആദ്യം അമ്മ വന്നു. ഏത് അമ്മ? ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആമയാണ് വന്നത്. അപ്പൊ ഇത് എവിടെ നിന്ന് വരണത് ചേട്ടാ? ഇതൊരു 50 മീറ്റർ അകലെ പാറമ്മക്കാവ് ദേവി ക്ഷേത്രം ഉണ്ട്. ഭഗവതിയുടെ ആമകളാണിത്. ഭഗവതി കടാകക്ഷത്തിൽ ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോ ഇവിടെ എന്തോ സ്മെല്ല്, അതിന്റെ നല്ല വെജിറ്റേറിയൻ ഹോട്ടലല്ലേ ജവാനുള്ള. അപ്പൊ അതിന്റെ സ്മെല്ല് നെയ്യിന്റെ കേട്ട് ആവാൻ വന്നിരിക്കുന്ന അറിയാം. ദിവസം ഒരു ആമ ആദ്യം വന്നു, പിന്നെ കുഞ്ഞിനും കൊണ്ടുവന്നു. ഇപ്പൊ അത് ഫാമിലി സമേതം എത്തിക്കൊണ്ടിരിക്കും. അതെ അല്ലെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പഴംപൊരി ഉണ്ട്, വടയുണ്ട്, അതേപോലെ തന്നെ മസാല ദോശയുണ്ട്. കംപ്ലീറ്റ് വിഭവസമൃദ്ധമായിട്ടുള്ള ഇവിടെ ഒരാൾ ഇവിടെ തോണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കുന്നത്, ഈ ലൈറ്റ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല? അതെ അല്ലെ. അതെ, ലൈറ്റത്തും ഇരുന്ന് കഴിക്കുന്നുണ്ട്, ആരോടും പേടിയില്ല. വന്ന് അവര് ഭക്ഷണം കഴിച്ചിട്ട് എപ്പോ പോവാ? തിരിച്ച് വയറ് നിറഞ്ഞ് തിരിച്ചു പൊക്കോളും, വരിയായിട്ട് പോകും. അതെ അല്ലെ. അല്ല, ഈ അവിടെ ആ കുളത്തിനെ ശരിക്കും കെട്ടൊക്കെ 6 അടി താഴ്ച കോൺക്രീറ്റ് ചെയ്തിട്ട് മതിൽ കെട്ടി അതിന് മുകളിൽ ഷീറ്റ് കെട്ടിയിട്ട് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇത് ഭൂമിയിലെ പണ്ട് ഒരു പുരാണം ഉണ്ട്. ഭൂമി താന്നിരുന്നു ഇത്രേ. ഭൂമി താന്നപ്പോ ഇതിനെ പൊന്തിച്ചത് ഭൂമി താന്ന ഭൂമിനെ പൊന്തിച്ച ആമയെന്നാണ് സങ്കല്പം. അപ്പൊ അങ്ങനെയാണ് ഈ ഭൂമിനെ പൊന്തിച്ച ആമ. ശരി. അപ്പൊ ഇത് എത്ര അടി താഴ്ചയിലേക്ക് ഈ ആമ പോയി? ഇപ്പൊ എന്റെ അറിവിൽ ഇത് 6 അടി താഴ്ചന്റെ ഈ കുളം, അതിന് കരിങ്കല്ല് കെട്ടി കോൺക്രീറ്റ്. ഇത് എങ്ങനെ അപ്പൊ അടി കൂടെ തുരന്ന് ഈ ആമ ആ അടിയോട് തുറന്നാ വരുന്നത്, അല്ലാണ്ട് ഇതിന് കയറി വരാൻ ഒരു വഴിയില്ല. അപ്പൊ ഇത് തുരങ്ങളുണ്ടാക്കിയിട്ടാണ് ഈ ആമ കയറി വരുന്നത്. അതേപോലെ ഇവര് ഭക്ഷണം കഴിച്ച് തിരിച്ച് അതേ കൂടെ തന്നെ പോണു. ഇവര് ഏതിനെ പോണെന്ന് ഒന്നും അറിയില്ല. പോകുമ്പോ ഇവര് മാള അടച്ചിട്ടാ പോണു. എന്റെ പൊന്നേ, ഇത് വല്ലാത്തൊരു സംഭവമല്ലോ അല്ലെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കാഴ്ചയായി ഞാൻ പറഞ്ഞേ, ഹോട്ടലിൽ സാധാരണ ഇപ്പൊ ഏകദേശം ഒരു 9 മണിയായി, എല്ലാരും ലേറ്റ് അടച്ച് പോകുന്ന സമയത്താണ് ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഇവർക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കും. അതെ അല്ലെ. അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നോക്കി, അതെ, ഒരാളോട് എന്തോ പറയുന്നു കേട്ടാ. നോക്ക്, തലയൊക്കെ നീട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഒരാള് ഇവിടെ നിന്ന് ഇങ്ങനെ എന്റെ കാലും ഇങ്ങനെ തലോടിക്ക് നിൽക്കുന്നുണ്ട്. സംഭവം വലിയതുണ്ട്. ചിലപ്പോ ഭാര്യയും ഭർത്താവും ചിലപ്പോ കുഞ്ഞുങ്ങളാവൂട്ടാ അല്ലെ, മക്കളാവാനായിട്ടുള്ള സാധ്യത. കാരണം കുടുംബസമേതമുള്ള വരവതെ അവര് ആഹാരം വയറ് നിറച്ചു കൊടുക്കും അല്ലേ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇത് പാറമക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടിപ്പുറത്താണ് അല്ലെ, ജവാൻ ഹോട്ടലാണ്. അപ്പൊ നല്ല വിഭവസമൃദ്ധമായ വെജിറ്റേറിയൻ ഫുഡൊക്കെയാണ്. അപ്പൊ അത് കഴിക്കാൻ അവർ കണ്ടറിഞ്ഞ് വന്നത് തന്നെയാണ്. ഭയങ്കരമായിട്ട്. അപ്പൊ ഒരു ചേച്ചി ഇവിടെ നിൽക്കണ തമിഴ്നാട്ടിലാണ്. അതെ അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സ്മെല്ലൊക്കെ കൃത്യമായിട്ട് ഞാൻ കൈ കൊടുക്കുമ്പോൾ വാങ്ങിച്ച് കഴിക്കുന്ന ആമകളാണ് ഇവരൊക്കെ. അത് ശരി. തള്ളാനും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുക, കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞ ആണെങ്കിൽ മക്കളെ പോലെ തന്നെയാണ് അല്ലേ. സന്തോഷേട്ടാ, ഇവർക്ക് വരുന്ന സമയം എത്ര മണിക്കൊക്കെ ഇവര് വരാറ്? 8:15 കഴിഞ്ഞ് വന്നു കൊടുക്കും. 8:15 അല്ലെങ്കിൽ 8:30 ഉള്ളിൽ മൂവായി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് എന്റെ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവർക്ക് ഇലയിൽ കൊടുക്കും. അതെ അല്ലെ. ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിലുള്ളവർക്ക് ഒരു കൗതുകമൊക്കെ ആയിരിക്കും. കാരണം ഗ്രാമവാസികളെ സംബന്ധിച്ച് തോട്ടിലും പള്ളയിലൊക്കെ ആമേനെ കാണാനാണ്. പക്ഷെ ഈ ആമകൾ ഒരുമിച്ച് വരിയായി വരിക എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ സൈഡിൽ ഒരു പൊട്ടക്കുളം ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ രാത്രി ഒരു 9 മണിയാക്കുമ്പോൾ പിരി എന്നുള്ള സൗണ്ട് കേൾക്കും. ഇപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ഭക്ഷണം കഴിക്കാനുള്ള പോക്കാണ്. അന്ന് പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയായിരുന്നില്ല. ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇറങ്ങാട്ടാ. അപ്പൊ എന്തായാലും ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ്. അന്ന് എന്തെങ്കിലും പറയാണ്ടാ നമ്മുടെ ആമക്കുട്ടന്മാര് ലക്ഷ്മി. അപ്പൊ എല്ലാവർക്കും ഒരു പേരിട് എന്റെ സന്തോഷം. ഓരോ കുട്ടികൾക്ക് അനുസരിച്ചുള്ള ഞങ്ങൾ ഹിന്ദുവില് വന്നിട്ട് ലക്ഷ്മി, സരസ്വതി അങ്ങനെയുള്ള പേരുകൾ. അപ്പൊ എന്തായാലും ആനയൂട്ടൊക്കെ കഴിഞ്ഞു. കർക്കിടക മാസമാണ്. ആശാന്മാർ അവിടെ ചിലവര് മെല്ലെ കഴിക്കാൻ തുടങ്ങണുള്ളൂ അല്ലെ. അപ്പൊ ഒരാൾ കഴിച്ചതിന് ശേഷമാണ് ഒരുമിച്ച് കഴിക്കും എല്ലാരും കഴിക്കും അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങൾ പോകുമ്പോ എല്ലാം കാലിയായിട്ട് ഇരിക്കും. കാലത്ത് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ. ഇവിടുത്തെ നല്ല അലക്കാലൊക്കെ ഉണ്ടാവും. ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.